ഹലോ. പണ്ടൊക്കെ ഉണ്ടല്ലോ, എൻ്റെയൊക്കെ കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിൽ ചായ ഉണ്ട്, പക്ഷെ പാൽ ചായ നിർബന്ധമല്ല. വല്ല കാലത്തും പാൽ മേടിച്ചിട്ട് നല്ല നീട്ടി വെള്ളം ഒഴിച്ചിട്ട് ഒരു ചായ ഇടും. ഓ, അതിന് വല്ലാത്ത ടേസ്റ്റ് എനിക്ക് അന്ന് തോന്നിയത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഡെയിലി പാൽ ചായ വേണം. പക്ഷേ അവിടെയും എൻ്റെ വീട്ടിനേക്കാളും വെള്ളം കൂട്ടി ചേർത്തുകൊണ്ട് ഭയങ്കര വെള്ളം ഒഴിച്ച് നീട്ടിയ ചായയാണ് ഞാൻ കണ്ടത്. പിന്നീട് ചായ ഉണ്ടാക്കുന്ന ഭരണം ഞാൻ പതിയെ ഏറ്റെടുത്തു. പിന്നീട് ഞങ്ങൾ കുഞ്ഞുമായിട്ട് ഫ്ലാറ്റിലേക്ക് താമസമാക്കിയപ്പോൾ അവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരിയായ ടിനി ചേച്ചി മറ്റൊരു തരത്തിൽ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഒട്ടും വെള്ളം ചേർക്കാതെ ആ പാല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കടുപ്പം കൂട്ടിയുള്ള ചായ. വാവ്, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായി ബോധിച്ചു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് അടുക്കള ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് കടുപ്പം അത്യാവശ്യം ഇട്ടുകൊണ്ട് ഒരു ചായ അങ്ങിടും. സച്ചുവിന് മധുരം നന്നായി ചേർത്തതും എനിക്ക് മധുരം ലേശം ചേർത്തതുമായിട്ടുള്ള ചായ. കുട്ടികൾക്കാണെങ്കിൽ പാലാണ് ഇഷ്ടം. അപ്പോഴേ ചായക്കഥ എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണേ. പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ.